എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഹോൾ വീറ്റ് ആട്ട കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തിയാണ്. ചപ്പാത്തി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയത് സ്മാഷ് ചെയ്ത് കുഴച്ചിട്ടുണ്ട്. ഇത് കുഴയ്ക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ ഫ്ലാക്സ് സീഡ് പൊടി, നമ്മുടെ ഗുഡ് ഫാറ്റിന് വേണ്ടിയിട്ടുള്ള ഫ്ലാക്സ് സീഡ് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് നമുക്ക് കൂട്ടിത്തരും. അതാണ് നമ്മുടെ മെയിൻ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് ഞാൻ ഇന്ന് കറിയായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രീൻ പീസ് കറിയാണ്. ഏകദേശം ഒരു 150 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്ത ഗ്രീൻ പീസിൽ ഏകദേശം 100 ഗ്രാമിൽ 8 to 10 ഗ്രാം പ്രോട്ടീൻ വരും. ധാരാളമായിട്ട് ഫൈബർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതിൻ്റെ കൂടെ ഞാൻ പ്രോട്ടീൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോയിൽഡ് എഗ്ഗ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഇന്നത്തെ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ വൈറ്റമിൻ സി സോഴ്സ് ആയിട്ടുള്ള നമ്മുടെ പേരയ്ക്ക ഒരു 1/4 പോർഷൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ആൻറ്റോസയനും പോളിഫിനോൾസ് പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള നമ്മുടെ കറുത്ത മുന്തിരി ഞാൻ ഒരു പോർഷൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ ഒരു വൈറ്റമിൻ സി സോഴ്സ് എടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ അയൺ അബ്സോർപ്ഷൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ടോട്ടൽ ഇന്നത്തെ ഈ ഒരു പ്ലേറ്റിൽ നമുക്ക് ഏകദേശം 18 to 20 ഗ്രാം പ്രോട്ടീനാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഫൈബർ ആൻഡ് പ്രോട്ടീൻ ഒരു ചെറിയ അളവിൽ നമുക്ക് നമ്മുടെ ചപ്പാത്തിയിൽ നിന്ന് വരുന്നുണ്ട്. ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് വൈറ്റമിൻ എ റിച്ചും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, വിശപ്പ് നമുക്ക് അടങ്ങും, അതേപോലെ തന്നെ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചായ നമ്മൾ ഈ ഫുഡിൻ്റെ കൂടെ കഴിക്കാതെ 1 മണിക്കൂർ ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ നമ്മൾ കഴിക്കാൻ ട്രൈ ചെയ്യും.